ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ ചെറിയ മുതൽ മുടക്കിൽ ഒരു 5000 രൂപയിൽ തുടങ്ങാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സമയത്തും എല്ലാ കാലാവസ്ഥയിലും നമുക്ക് ഹൈ ഡിമാൻഡുള്ള ഒരു ബിസിനസ്സാണ്. പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത്. ഇനി നമ്മൾക്ക് അറിയാം അടുത്ത മാസം മുതൽ റംസാനും കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഡിമാൻഡും ഇപ്പോൾ തുടങ്ങാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ എന്താണ് ആ ഒരു ബിസിനസ്, നമുക്ക് ചെറിയ രീതിയിൽ തുടങ്ങാൻ കഴിയുന്ന ബിസിനസ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ഇക്ബാൽ സു, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ എന്താണ് ആ 5000 രൂപയിൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ബിസിനസ് എന്നല്ലേ? നമുക്കറിയാം ലെമൺ പൗഡർ ബിസിനസ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കാരണം നമുക്കറിയാം ലെമൺ പൗഡർ എന്ന് പറയുന്നത് നല്ല ഡിമാൻഡുള്ളതാണ് അല്ലേ? എപ്പോഴും നല്ല ഡിമാൻഡുള്ള ഒരു സാധനമാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് ആക്ച്വലി ലെമൺ പൗഡറിന് പകരം നമ്മളൊക്കെ സാധാരണയായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ലെമൺ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങയാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറ്. അപ്പോൾ ഈ നാരങ്ങ ഉപയോഗിക്കുന്ന ഇപ്പോൾ നമുക്കറിയാം ജ്യൂസ് കടയാണെങ്കിലും ഹോട്ടൽസ് ആണെങ്കിലും വീട്ടിലാണെന്നുണ്ടെങ്കിലും നമുക്കിനിപ്പോൾ പച്ചക്കറി കടയിൽ പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ പലചരക്ക് കടയിൽ പോയി എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾക്ക് വാങ്ങാൻ കിട്ടുക കൂടുതൽ ആക്സസ് ആവുന്നത് ലെമൺ ആണ്, നാരങ്ങയാണ്. പക്ഷേ ഈ നാരങ്ങ പൗഡറും കൂടിയിട്ട് അല്ലെങ്കിൽ ലെമൺ പൗഡറും കൂടിയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഈ ലെമൺ എന്ന് പറയുന്നത് നമുക്ക് അറിയാം ഫ്രഷ് ആണ്. പക്ഷേ നമുക്കൊരു നിശ്ചിത സമയം വരെ നിശ്ചിത ദിവസങ്ങളെ നമുക്ക് അതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ, സൂക്ഷിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നാരങ്ങ പൗഡർ എന്ന് പറയുന്നത് അതിനെ ഡ്രൈ ചെയ്ത് പൊടിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നാൾ അതിനെ സൂക്ഷിക്കാൻ പറ്റും, നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. നമുക്കതിൻ്റെ ബോട്ടിലോ അതിൻ്റെ കവറിലോ പാക്കിംഗ് എങ്ങനെയാണോ പാക്കിംഗ് ആയി വരുന്നത് അതിൽ നമുക്ക് പാക്കിംഗ് മാറ്റി വെക്കുക എങ്ങനെയാണെങ്കിലും നമ്മൾക്കതിനെ ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. ഓക്കെ, നമ്മൾ ആവശ്യാനുസരണം നമുക്കതെടുത്ത് ഉപയോഗിക്കാൻ കഴിയും. ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ലെമൺ ഉപയോഗിക്കുന്നത് ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈ ലെമൺ പൗഡറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ലെമൺ എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് കുറച്ച് ദിവസങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് ചിലപ്പോൾ ചില വാട്ടം സംഭവിക്കും, അല്ലെങ്കിൽ അത് കേടാവാൻ സാധ്യതയുണ്ട്, പല രീതിയിലും അത് മോശമായി പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ലെമൺ പൗഡർ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് എടുത്തു വെക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഭവം. അപ്പോൾ ഈ നാരങ്ങ പൗഡർ എന്ന് പറയുന്നത്, ലെമൺ പൗഡർ എന്ന് പറയുന്ന സംഭവം അറിയാം വളരെ റയറാണ്. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ അത് വളരെ റയറായിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. നമ്മൾ കൂടുതലും ഈ ഒരു യൂസേജ് ലെമൺ ഉപയോഗിക്കുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറ് കൂടുതലും ലെമൺ തന്നെയാണ്. കാരണം നമുക്കത് ഫ്രഷ് അവൈലബിൾ ഉണ്ട്. പക്ഷേ ചില ഘട്ടങ്ങളിൽ നമ്മൾക്ക് ഈ ഫ്രഷ് ലെമൺ കിട്ടാൻ ബുദ്ധിമുട്ട് വരാറുണ്ട്. ചിലപ്പോൾ പെട്ടെന്നൊരു അത്യാവശ്യം വന്ന് നമ്മൾ തൊട്ടടുത്തുള്ള കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ലെമൺ കിട്ടാത്ത അവസ്ഥകളൊക്കെ വരാറുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും നമുക്കിപ്പോൾ സംഭവം നല്ല രീതിയിൽ കിട്ടുന്നതാണ്. പക്ഷേ നമുക്ക് കുറേ നാൾ നമ്മൾക്ക് എടുത്തു വെക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഈ ലെമൺ പൗഡർ എന്നുള്ളത്. അപ്പോൾ ആ ഒരു സംഭവത്തിന് നമുക്ക് നല്ല രീതിയിൽ പാക്കിംഗ് സിസ്റ്റം കൊടുത്തിട്ട് നല്ല ബോട്ടിലോ അല്ലെങ്കിൽ കവറിൽ തന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പാക്കിങ്ങോട് കൂടിയിട്ട് നമുക്ക് ലെമൺ പൗഡർ ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റിൽ കത്തിക്കയറാൻ കഴിയും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഈ ബിസിനസ് തുടങ്ങുന്നത്? നമുക്ക് വളരെ ചെറിയ മുതൽ മുടക്കിൽ എന്ന് വെച്ചാൽ ഒരു 5000 രൂപ മുതൽ നമുക്കിത് തുടങ്ങാൻ കഴിയും. കാരണം നമ്മൾ ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലെമൺ മേടിക്കുന്നു. നമുക്ക് ഏറ്റവും ആക്സസ് ആയിട്ടുള്ള ഹോൾസെയിൽ മാർക്കറ്റുകളിൽ പോയിട്ട് നമുക്ക് ലെമൺ കുറച്ച് ക്വാണ്ടിറ്റി മേടിക്കുക, കുറച്ച് വലിയ ക്വാണ്ടിറ്റിയിൽ ലെമൺ മേടിച്ചു കൊണ്ടുവരിക. ഇതിനെ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ കട്ട് ചെയ്തെടുക്കുക, സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. കാരണം ഇതിനെ നമുക്ക് പൊടിച്ച് എടുക്കാനുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഉണക്കിയെടുക്കുക. 2-3 ദിവസം അതിനെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതിന് ശേഷം, വേണമെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കാം. അതല്ല, നമുക്ക് ഇപ്പോൾ ഡ്രയർ മെഷീനുകളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഡ്രയർ മെഷീനൊക്കെ വേണമെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡ്രയർ മെഷീനൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാൻ കഴിയും. അതിന് ശേഷം അതിനെ പൊടിച്ച് നല്ല പൗഡർ രൂപത്തിലാക്കിയെടുത്തിട്ട് അതിനെ പാക്ക് ചെയ്യണം. ഇത്ര മാത്രമാണ് ഇതിൽ ചെയ്യുന്നത്. ഇതിൻ്റെ മറ്റൊരു പോസിറ്റീവ് വശം എന്ന് പറയുന്നത് ഇതിലൊന്നും വേസ്റ്റേജ് ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം ലെമൺ എടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്രഷ് ലെമൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ നീരെടുത്തിട്ട് നമ്മളതിൻ്റെ ചണ്ടി കളയാണ് ചെയ്യാറ്. പക്ഷേ ഇതിൽ ഒന്നും വേസ്റ്റേജ് ഇല്ല. ഇതിനെ നമ്മൾ വാഷ് ചെയ്തെടുത്ത് കട്ട് ചെയ്ത് നേരെ ഡ്രൈ ആക്കി പൊടിക്കുന്നു. അപ്പോൾ ഇതിൽ വേസ്റ്റേജ് ഒന്നുമില്ല. അതേപോലെ തന്നെ ലോങ് ടൈം ലൈഫ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെമണിൽ നിന്നും എന്തുകൊണ്ടും വളരെ പോസിറ്റീവായിട്ടും മികച്ച ഒരു സംഭവമായിട്ടാണ് ഈ ലെമൺ പൗഡർ നിൽക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വീട്ടിൽ നിന്ന് തുടങ്ങട്ടാം. നിങ്ങൾക്ക് ഇതിപ്പോൾ ഒരു വലിയ ബിസിനസ് ഒരു ഷോപ്പ് അല്ലെങ്കിൽ
വലിയൊരു ഗോഡൗൺ പോലെ സെറ്റപ്പ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതല്ല നിങ്ങൾക്കൊരു പ്രൊഫഷണലി ഇതിനെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നല്ലൊരു ബിസിനസ്സായിട്ട് ഇതിനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ സ്പേസ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ട് നമുക്കൊരു 200-300 സ്ക്വയർ ഫീറ്റ് ഏരിയ എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇതുപോലെ ഡ്രയർ മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഗ്രൈൻഡർ മെഷീൻ മേടിക്കണം. കട്ട് ചെയ്ത് നമുക്ക് കത്തി കൊണ്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഡ്രയർ മെഷീൻ മേടിക്കണം, അതേപോലെ തന്നെ ഗ്രൈൻഡർ മെഷീൻ മേടിക്കണം, ഇതിനെ പൊടിക്കുന്ന മെഷീൻ മേടിക്കണം. അപ്പോൾ ഈ ഡ്രയർ മെഷീൻ നമ്മൾക്ക് ഫസ്റ്റ് മേടിച്ചില്ലെങ്കിൽ നമുക്ക് അതിനെ വെയിൽ കൊള്ളിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വെയിൽ കൊള്ളിച്ചിട്ടൊക്കെ നമുക്ക് എടുക്കാം. അത് പക്ഷേ നമുക്ക് ടൈം എടുക്കും. ഡ്രയർ മെഷീൻ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് എടുത്ത് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ ഡ്രയർ മെഷീൻ മേടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിലത്ത് വെച്ച് ഉണക്കാം, അതിനുശേഷം അതിനെ പൊടിച്ചെടുക്കാം. ഇതിന് പൊടിച്ചതിന് ശേഷം നല്ല രീതിയിൽ നല്ല അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ ഒരു സൂപ്പർ മാർക്കറ്റിലോ ഒരു ഗ്രോസറിലൊക്കെ ഷെൽഫിൽ ഇരിക്കുമ്പോൾ നമ്മൾക്കത് എടുത്ത് കസ്റ്റമേഴ്സിന് എടുത്ത് വാങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള അട്രാക്ഷൻ ആയിട്ടുള്ള നല്ല പാക്കിങ്ങോട് കൂടിയിട്ട് അതിനെ പാക്ക് ചെയ്യുക. അപ്പോൾ ഇതിന് പാക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കവറോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു പാക്കിംഗ് സിസ്റ്റം നിങ്ങൾ അത് കണ്ടെത്തി പാക്കിംഗ് മേടിക്കുക. എത്രയാണോ കുറച്ച് ക്വാണ്ടിറ്റി ആദ്യം മേടിച്ച് വെച്ചിട്ട് പാക്ക് ചെയ്യുക. ഒരു 100 ഗ്രാം 250 ഗ്രാം ഒക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ 500 ഗ്രാമിൻ്റെ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മേടിച്ചിട്ട് പാക്ക് ചെയ്ത് വ്യത്യസ്ത പാക്കുകളാക്കിയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും. പിന്നെ നമ്മൾക്ക് ഇത് എവിടെയൊക്കെയാണ് നമ്മൾക്ക് സെല്ല് ചെയ്യാൻ കഴിയുന്നുള്ളത് നമുക്കറിയാം. ലെമൺ എവിടെയൊക്കെ കിട്ടും അവിടെയൊക്കെ നമുക്ക് സെല്ല് ചെയ്യാം. ഉദാഹരണത്തിന് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കാം, ഗ്രോസറിയിൽ കൊടുക്കാം. ഗ്രോസറി മീൻസ് നമുക്ക് പലചരക്ക് കടയിൽ കൊടുക്കാം, പച്ചക്കറി കടയിൽ കൊടുക്കാം, ജ്യൂസ് ഷോപ്പിൽ കൊടുക്കാം, ഹോട്ടൽസിൽ കൊടുക്കാം, വീടുകൾക്ക് അത് ചെയ്യാം. അതേപോലെ തന്നെ വാട്സപ്പിൽ നമ്മൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാം. വാട്സപ്പ്, അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, റീൽസ്, അതേപോലെ തന്നെ നമുക്ക് യൂട്യൂബൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഓൺലൈൻ പ്രൊമോഷൻ നടത്താം. ഓൺലൈൻ ഓർഡറുകൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടും, ഓഫ്ലൈൻ ഓർഡറിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടും. കാരണം ഓഫ്ലൈനിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മാർക്കറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു സാമ്പിൾ പാക്കറ്റ് കുറച്ച് സ്റ്റോക്ക് ചെയ്യുക. കാരണം ചെറിയ രീതിയിൽ ഒരു സാമ്പിൾ പാക്കറ്റ്, കാരണം ഇതിൻ്റെ നമ്മൾ ഹോട്ടലുകളും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങൾ, ജ്യൂസ് ഷോപ്പ് അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങളിലേക്ക് നമ്മൾക്ക് ബൾക്ക് ഓർഡർ പിടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചെറിയ പാക്കറ്റുകൾ, സാമ്പിൾ പാക്കറ്റുകൾ ഉണ്ടാക്കിയിട്ട് നമ്മളത് ഫ്രീ ആയിട്ട് അവർക്ക് ഓണേഴ്സിന് കൊടുത്തിട്ട് അവരെ കൊണ്ട് അതിനെ യൂസ് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അവർക്ക് മനസ്സിലാക്കണം. അപ്പോൾ കെമിക്കൽ ഇല്ലാത്ത നല്ലൊരു പ്രൊഡക്റ്റ് ആണ് എന്ന്, നല്ലൊരു ഫീൽ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് അവർക്ക് ഫീൽ ചെയ്യിക്കുന്ന രീതിയിൽ അവരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ചെറിയ പാക്കറ്റുകൾ, സാമ്പിൾ പാക്കറ്റുകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ തുടക്കത്തിൽ ഓർഡർ പിടിക്കാൻ, ഓഫ്ലൈൻ ഓർഡർ പിടിക്കാൻ പോകുമ്പോൾ നമ്മൾ തുടക്കത്തിൽ എല്ലാവർക്കും സാമ്പിളായിട്ട് ഓരോ പാക്കറ്റ് കൊടുത്തിട്ട് അവരിൽ നിന്ന് നമ്മൾ നല്ല ബൾക്ക് ഓർഡർ പിടിക്കുക. തീർച്ചയായിട്ടും ലെമൺ മേടിച്ച് ഹോൾഡ് ചെയ്ത് വെക്കുന്ന, ഇപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ലെമൺ ഉപയോഗിക്കുന്ന സ്ഥാപനമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും നിങ്ങൾ ഇന്ന് മേടിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലെമൺ ഹോൾഡ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ലെമൺ പൗഡർ ഹോൾഡ് ചെയ്യുന്നതായിരിക്കും. കാരണം അത് ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അതിന്മേലായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ ഇതിനെ ബിസിനസ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ അറിയാം, നമുക്ക് എല്ലാം വെജിറ്റബിൾസ് ആണെന്നുണ്ടെങ്കിലും ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിലും പല ഐറ്റംസിൻ്റെയും നമ്മളിപ്പോൾ കഴിക്കുന്ന പല ഫ്രഷിൻ്റെയും ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ടുള്ള പൗഡറുകൾ നമുക്ക് വിപണിയിൽ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു മാർക്കറ്റിംഗ് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനെ കേടുകൂടാതെ കുറേ കാലം സൂക്ഷിക്കാം എന്നുള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലെമൺ പൗഡർ ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ മുതൽ മുടക്ക് ഒരു 5000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫ്രം യുവർ ഹോം. ഓക്കെ, അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ ഒരു ബിസിനസ്സാണ്. നല്ല രീതിയിൽ പ്രോഫിറ്റാണ്. നമുക്ക് ഒരു 40 രൂപ മുതൽ 50 രൂപ ഇതിൻ്റെ നമ്മളെ അസൽ കോസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിതിന് 120 to 150 റേഞ്ചിൽ നമുക്കിതിനെ വിൽക്കാൻ കഴിയും പാക്കറ്റ്. അപ്പോൾ ഒരു 40% മുതൽ 60% വരെ നല്ല പ്രോഫിറ്റ് മാർജിനുള്ള ഒരു സൂപ്പർ ബിസിനസ്സാണ്. നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബെസ്റ്റ് ബിസിനസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും പരീക്ഷ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സുകൾക്ക്, ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നീ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്യുന്ന ബിസിനസ് റിലേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.